രാജ്യങ്ങളിലെ താപാൽ ശൃംഖലകൾ ആകസ്മികമായി അമേരിക്കയിലേക്കുള്ള ഷിപ്മെന്റുകൾ നിർത്തിവെച്ചുവെന്ന് പ്രഖ്യാപിച്ചതോടെ ആഗോള വ്യാപാര രംഗത്ത് വലിയ പ്രതിസന്ധി രൂപപ്പെടാൻ തുടങ്ങി. സാധാരണ ഭരണപരമായ ഒരു മാറ്റമെന്ന് തോന്നാമെങ്കിലും ഈ നടപടിയുടെ യഥാർത്ഥ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഓർഡറാണ്. കുറഞ്ഞ മൂല്യമുള്ള പാഴ്സലുകൾ പതിറ്റാണ്ടുകളായി ലഭിച്ച ഡ്യൂട്ടി ഫ്രീ ഇളവ് നിർത്തലാക്കിക്കൊണ്ടുള്ള ഈ ഉത്തരവ് ലോകമെമ്പാടുമുള്ള താപാൽ സേവനങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഇറക്കുമതി നിയമങ്ങളിൽ വന്ന ഈ മാറ്റം അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടുണ്ട്. മുമ്പ് $800 താഴെയുള്ള പാക്കേജുകൾക്ക് കസ്റ്റംസ് താരിഫ് ഇല്ലാതെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകുന്ന ഡി മിനിമസ് എന്ന ഇളവ് നിലവിൽ ഉണ്ടായിരുന്നുവെന്ന് വിശദീകരിക്കപ്പെടുന്നു. എന്നാൽ 2025 ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമപ്രകാരം ഈ ഇളവ് നിർത്തിയിട്ടുണ്ട്. തീരുമാനത്തിന്റെ പാരമ്പര്യം 1930-കളിൽ വരുന്നു. അതേസമയം 2016-ൽ ബറാക് ഒബാമയുടെ ഭരണകാലത്ത് ഈ പരിധി $800 ഉയർത്തിയിരുന്നു. ഇ കോമേഴ്സ് രംഗത്ത് ഇത് വലിയ ഉണർവുണ്ടാക്കി. ഈ നിയമത്തിന്റെ ഫലമായി വിദേശത്തു നിന്നുള്ള ചെറിയ പാഴ്സലുകൾക്കായി അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് അധിക ചെലവുകൾ ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ ലഭ്യമായിരുന്നു. എന്നാൽ ജൂലൈ 30-ന് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ എല്ലാ രാജ്യങ്ങൾക്കും ഈ ഇളവ് നിർത്തി. ഇത് ലോകവ്യാപകമായ വ്യാപാര സ്ഥാപനങ്ങളെയും താപാൽ സേവനങ്ങളെയും ഞെട്ടിച്ചു. പുതിയ നിയമത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമല്ലാത്തതിനാൽ താൽക്കാലികമായ സേവനങ്ങൾ നിർത്തിവെക്കൽ പല താപാൽ ഓപ്പറേറ്റർമാരുടെയും മുൻപിലുള്ള മാർഗമാണ്. അമേരിക്കൻ നിയമത്തിലെ ഈ മാറ്റത്തോടെ ഇന്ത്യ ശക്തമായ നിലപാടെടുത്തു. ഓഗസ്റ്റ് 24-ന് ഇന്ത്യൻ താപാൽ വകുപ്പ് അമേരിക്കയിലേക്കുള്ള മിക്ക ഷിപ്മെന്റുകളും നിർത്തിവെക്കുമെന്നും കത്തുകൾ, രേഖകൾ, ചെറിയ സമ്മാനങ്ങൾ മാത്രമാണ് നിലവിൽ സ്വീകരിക്കുന്നതെന്നും പ്രഖ്യാപിച്ചു. ഈ നടപടിയിലൂടെ ഇന്ത്യ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളില്ലാതെ സാധനങ്ങൾ അയച്ചാൽ ഉണ്ടായേക്കാവുന്ന വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. പുതിയ നിയമപ്രകാരം എല്ലാ പാഴ്സലുകൾക്കും ഡ്യൂട്ടി ചുമത്തണം. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ ഇത് ഏറെ ബാധിക്കും. ജൂലൈയിൽ ട്രംപിന്റെ ഭരണകൂടം ഇന്ത്യക്കെതിരെ 50% താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. പുതിയ നിയമപ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള പാഴ്സലുകൾക്ക് ഏറ്റവും ഉയർന്ന നിരക്കിൽ ഒരു പാഴ്സലിന് $200 വരെ ലെവി ഈടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവഴി കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾക്കും യഥാർത്ഥ മൂല്യത്തെക്കാൾ കൂടുതൽ ഡ്യൂട്ടി നൽകേണ്ടി വരും. ഇന്ത്യയുടെ കയറ്റുമതി, പ്രത്യേകിച്ച് കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, മറ്റ് ചെറുകിട ഉൽപ്പന്നങ്ങൾ എന്നിവ വലിയ തോതിൽ ബാധിക്കപ്പെടാം. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്കൻ അധികാരികളിൽ നിന്നുള്ള കൂടുതൽ വ്യക്തത ലഭിക്കാതെ ഇന്ത്യൻ താപാൽ വകുപ്പ് സർവീസുകൾ നിർത്തിവെച്ചു. ഇതിലൂടെ പൗരന്മാരുടെയും ബിസിനസ്സുകളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. പ്രധാന പ്രശ്നം പുതിയ നിയമം എങ്ങനെ നടപ്പിലാക്കണം എന്നതിൽ അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്നതാണ്. ഡ്യൂട്ടി പിരിക്കേണ്ട വ്യക്തി ആരാണെന്നും പണം എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടും, അധിക ഡേറ്റ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നീ കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. പൊതു താപാൽ ശൃംഖലകളെ സംബന്ധിച്ചിടത്തോളം ഈ അവ്യക്തത വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. DHL, ഫെഡെക്സ് പോലുള്ള സ്വകാര്യ കൊറിയർ സ്ഥാപനങ്ങൾക്ക് ഇതിനകം തന്നെ കസ്റ്റംസ് ഡിക്ലറേഷനുകൾക്കും പേയ്മെന്റുകൾക്കും ഡിജിറ്റൽ സംവിധാനം ഉണ്ടാകുന്നു. അതിനാൽ അവർക്ക് സേവനങ്ങൾ തുടരാൻ കഴിയും. എന്നാൽ പുതിയ താരിഫ് നീക്കങ്ങൾ ഉപഭോക്താക്കളെ ബാധിക്കും. ചെറുകിട വ്യാപാരങ്ങളെയും സാധാരണ ഉപഭോക്താക്കളും പൊതു താപാൽ സേവനങ്ങളും നിന്ന് സ്വകാര്യ കൊറിയറുകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് വലിയ ചിലവാണ് ഉണ്ടാക്കുക. അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് വിദേശ രാജ്യങ്ങളിലെ ബിസിനസ്സുകൾക്കും ഇത് തുല്യമായ തിരിച്ചടിയായി മാറും. കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങുന്നത് ഇനി കൂടുതൽ ചെലവേറിയ കാര്യമാകും. ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് ആഭ്യന്തര ഉൽപ്പന്നങ്ങളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കം അമേരിക്ക ഫസ്റ്റ് വ്യാപാര നയത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ വ്യവസായങ്ങളെയും ഉൽപ്പന്നങ്ങളെയും സംരക്ഷിക്കുന്നതിനാണ് ഈ നീക്കം. മുൻപ് സ്റ്റീൽ, അലൂമിനിയം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തിയ ശേഷം ട്രംപ് ഇ കൊമേഴ്സ് ഉൾപ്പെടെയുള്ള വിദേശ ഉൽപ്പന്നങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിച്ചിരിക്കുന്നത്. സാങ്കേതികമായ ചെറിയ കസ്റ്റംസ് മാറ്റമായി ആരംഭിച്ച ഈ നിയമം ആഗോള താപാൽ സേവനങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കി. നിയമപ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ ഈ പ്രതിസന്ധി തുടരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇന്ത്യൻ താപാൽ വകുപ്പിന്റെയും മറ്റ് രാജ്യങ്ങളിലെയും ശക്തമായ നിലപാട് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്ന് സംശയമില്ല. അമേരിക്കയിലേക്കുള്ള ചില്ലറ ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി പാളിച്ച ആഗോള സാമ്പത്തിക ചക്രങ്ങളിലെയും വ്യാപാര ബന്ധങ്ങളിലെയും അവലോകനത്തിന് കാരണമാകും. കസ്റ്റംസ് ശൃംഖലയുടെ ഇടവേള, സാധനങ്ങളുടെ സ്റ്റോക്ക് നിരോധനം, ഉപഭോക്താക്കൾക്ക് നേരിടേണ്ട ചിലവുകൾ എന്നിവ വ്യാപാര മേഖലയെ മിനുക്കുന്നു. ഇന്ത്യ താപാൽ സേവനങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചതിലൂടെ തന്റെ ഉൽപ്പന്നങ്ങൾക്കും പൗരന്മാർക്കും സംരക്ഷണ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ചെറിയ ബിസിനസ്സുകൾക്കും e-commerce വിൽപ്പനക്കാരനും ഇത് ഏറെ ബാധകമാണ്. എന്നാൽ രാജ്യാന്തര വ്യാപാര നിലപാടുകളിൽ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചതിലൂടെ അമേരിക്കൻ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ ഈ പ്രതിസന്ധി നിയന്ത്രണത്തിൽ തുടരും.